നമസ്കാരം. ബിഗ് ബോസ് രണ്ടാഴ്ച പിന്നിട്ടിരിക്കെ അതിലിടം നേടിയ രേണുസുധിയെപ്പറ്റി വിമർശനങ്ങൾ കൂടുകയാണ്. ഒരു ഗെയിം ഷോയായ ബിഗ് ബോസിൽ കണ്ടന്റുകൾക്കാണ് പ്രാധാന്യം. എന്നാൽ രേണുസുധിക്ക് ഒരു കണ്ടന്റും സൃഷ്ടിക്കാൻ കഴിയുന്നില്ല എന്നാണ് അവരെ ഇഷ്ടപ്പെടുന്നവർ പോലും ഇപ്പോൾ തിരിച്ചറിയുന്നത്. ആദ്യ ആഴ്ചയിൽ അക്ബർ ഖാൻ രേണുവിനെ സെപ്റ്റി ടാങ്ക് എന്ന് വിളിച്ചത് വലിയ വിമർശനത്തിന് വഴിവെച്ചിരുന്നു. അതിൽ ലാലേട്ടൻ്റെ ഇടപെടലും ഉണ്ടായി. അതിനുശേഷം ആ സംഭവം ക്ഷമിക്കാൻ കഴിയില്ല എന്ന നിലപാടിലാണ് രേണുസുധി. ഇന്നത്തെ എപ്പിസോഡിൽ അവർ അത് ആവർത്തിക്കുകയും ചെയ്തു. തന്നെ അങ്ങനെ അഭിസംബോധന ചെയ്തത് തൻ്റെ മൂത്ത മകനായ കിച്ചുവിന് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. അതോർത്താണ് തൻ്റെ സങ്കടം വർദ്ധിക്കുന്നത്. ഞാൻ അവൻ്റെ അമ്മയാണ്. മുതിർന്ന ഒരു മകനുള്ള തന്നെ അങ്ങനെ ആക്ഷേപിക്കാമോ എന്നാണ് രേണു ഇന്നും ചോദിക്കുന്നത്. മറ്റു മത്സരാർത്ഥികൾ ഗെയിം ഷോ തിരിച്ചറിഞ്ഞ് കളിക്കുമ്പോൾ രേണുവിന് അത് കഴിയുന്നില്ല എന്നാണ് പരക്കെ ഉയരുന്ന ആക്ഷേപം. ഇനിയുള്ള ദിവസങ്ങളിൽ ഇത് തിരിച്ചറിഞ്ഞ രേണു ഇടപെട്ടില്ലെങ്കിൽ എട്ടിൻ്റെ പണി കിട്ടുമെന്നാണ് ആരാധകർ തന്നെ സമ്മതിക്കുന്നത്. സ്വന്തം ജീവിതത്തെക്കുറിച്ചല്ലാതെ മറ്റൊന്നും രേണുവിന് പറയാനില്ല. എന്നാൽ അത് തന്നെ വലിയ കണ്ടന്റാണെന്ന വിചാരത്തിലാണത്രേ രേണു. ലാലേട്ടൻ ഈ ആഴ്ച അവസാനം എത്തുമ്പോൾ ഈ വിഷയം ചർച്ചയാവുമെന്ന് ഒരുപറ്റം ആളുകൾ പറയുന്നുണ്ട്. മുൻ സീസണുകളിലെ മത്സരാർത്ഥികളടക്കമാണ് ഇങ്ങനെ ഒരു കാര്യം സൂചിപ്പിക്കുന്നത്. ലാലേട്ടൻ പുതിയ കണ്ടന്റുകൾ കൊണ്ടുവരാൻ രേണുവിനോട് ആവശ്യപ്പെട്ടേക്കുമെന്നാണ് ചിലരുടെ വാദം. അത് കേൾക്കുമ്പോൾ രേണു എങ്ങനെ പ്രതികരിക്കുമെന്നാണ് ഇനി അറിയേണ്ടത്. അതേസമയം ബിഗ് ബോസിന് ശേഷം പുറത്തിറങ്ങുന്ന രേണുവിനെ കാത്ത വിവാദങ്ങളുടെ ഘോഷയാത്രയാണ്. രേണുവിൻ്റെ ആർമി തൻ്റെ ജീവന് ഭീഷണിയെന്ന് ബിഷപ്പ് കഴിഞ്ഞ ദിവസമാണ് ഒരു ചാനൽ അഭിമുഖത്തിൽ പരാതിപ്പെട്ടത്. മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തെന്നും ബിഷപ്പ് പറഞ്ഞു. എന്നാൽ രേണുവിനെതിരെ ഏറെ ആരോപണങ്ങളുമായി വന്ന വീണ എസ് പിള്ളയെ പോലുള്ളവർ പിൻവാങ്ങിയത് ഇവർക്ക് ഏറെ ആശ്വാസം നൽകുന്നുണ്ട്. ഇനി കട്ടക്കലിപ്പിൽ നിൽക്കുന്നത് ചില ബ്ലോഗർമാരാണ്. ബിഗ് ബോസ് സ്വപ്നം കണ്ട ചില പഴയ മത്സരാർത്ഥികളും വീഡിയോകളുമായി രംഗത്തുണ്ട്. വരുന്ന ആഴ്ച രേണുവിനെ സംബന്ധിച്ച് ഏറെ നിർണായകമാകുമെന്നാണ് സൂചന.